സോയ റൈസാണ് ഉണ്ടാക്കുന്നത്. ബസ്മതി റൈസാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ആവശ്യത്തിന് ഇടണം. 10-400 പേർക്കുള്ള സദ്യയായിരിക്കും. പൈനാറിയാണ്ട് ഇതെടുത്ത് കൊണ്ടുപോയിട്ട് ഉപ്പ് കൂട്ടി മുളക് കൂടിയിട്ട് എടുത്ത് നോക്കി തിന്നും. അച്ഛൻ പറയുന്നതായിട്ടുണ്ട് ഉപ്പും മുളകും കൂട്ടി തിന്നില്ലേ. ഇപ്പൊ 3 കളറുള്ളത് കൊണ്ട് നമ്മൾ 3 കളറും ഇടുന്നു. ഉടയില് ചോറ്, ഈ അരി ഉടയില്ലേ, മനോഹരമാണിത് കാണാൻ, കണ്ണിട്ടു. സോയ റൈസ് റെഡി. അല്ല അതാകുമ്പോ ഞാൻ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഉച്ചയ്ക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പാചകത്തിൽ ചെയ്യുന്നത് മീൻ കൂട്ടാനുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അത് നോണാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് മുറിക്കരുത്, ഇത് കാണിച്ചു കൊടുക്കണം. കുറേ ദിവസമായിട്ട് ഞങ്ങൾ ആക്കുന്നത് കൊണ്ട് ഇന്ന് ഒരു ചൈനീസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയ റൈസാണ് ഉണ്ടാക്കുന്നത്. സോയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതാണ് സോയ റൈസ്. സോയ കേട്ടോ, ചെറുത് കുഞ്ഞ് സോയ. കുഞ്ഞിത് കാണാട്ടാ ഇതിന്. ഇതാണ് ഭംഗി കാണാൻ. അല്ലെങ്കിൽ വലുതാകുമ്പോൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്താലും ഭംഗി ഉണ്ടാവില്ല. ഇതാകുമ്പോൾ നല്ല ഉരുണ്ട് ഇങ്ങനെ കുഞ്ഞു ബോളുകളായിട്ട് വരും. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അരിയുടെ പേര് പറയണം, വില പറയണം. കോഹിനൂറാണ് വാങ്ങിച്ചിട്ടുള്ളത്. കോഹിനൂർ ബസ്മതി റൈസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന്റെ വില 235 രൂപയാണ്. ഓ, വില കുറഞ്ഞല്ലോ. അല്ല, ഇത് കിട്ടിയില്ല, മറ്റേ കിട്ടിയില്ലേ. ഇന്ത്യ ഗേറ്റാണ് നമ്മൾ വാങ്ങിക്കാറ്. ഏറ്റവും വില പിടിപ്പുള്ള രത്നം. അതിലും വില പിടിപ്പുള്ളുണ്ട്. അപ്പൊ അരി ആയി തന്നെ നമുക്ക് കഴുകി വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് വെള്ളത്തിലിടണം. ബെസ്റ്റ് അരിയാണ് കേട്ടത്. അപ്പൊ നമ്മുടെ അരിക്ക് അളവില്ല. നമ്മൾ ഏകദേശം അരിയല്ല, കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ വാങ്ങിച്ചോണ്ട അരി ഒരു മഞ്ഞ കളർ ഉണ്ടായിരുന്നു. അതാണ് പഴകും തോറും അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പൊ 1/2 കിലോ അരി എടുത്തിട്ടുണ്ട്. അളന്നിട്ടൊന്നുമില്ല ചേട്ടാ, കാരണം നമ്മള് വെള്ളം വറ്റിക്കലല്ലോ, ഊറ്റിയെടുക്കല്ലേ. ഇതിന്റെ പകുതി 1/2 കണ്ടോ, 1 കിലോന്റെ പകുതി അല്ലേ ഇത്, 1/2 കിലോ. കൊറേ പലതരം അരികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാം. വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടാ. തീയാൻ പോന്നു. അതേ ഭയങ്കര കാറ്റാട്ടാ, കാറ്റ്. ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് കിട്ടുന്നുണ്ട് വെള്ളം. സോയ വേവിക്കാൻ വെള്ളം തിളച്ചെങ്കിൽ പറയാൻ തിളച്ചു, കാരണം അതിന്റെ മൂട്ടിലേക്ക് ഒന്നല്ല കാറ്റ്, അല്ല തീ വരണേ. നമുക്ക് മാത്രമല്ല ഈ കാറ്റ് ഉള്ളത്, പുനലൂരുകാർക്ക് ഇല്ലേ, അവർക്ക് കാറ്റ് വരുന്നു തമിഴ്നാട്ടിൽ. അരി വെക്കാനുള്ള വെള്ളം തിളക്കണ്ടേ? വെള്ളം വെക്കാം. നമ്മള് അരി 20 മിനിറ്റ് നേരം വേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ അരി വേവിക്കാൻ ആവശ്യമായിട്ട് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് സമയം പിടിക്കില്ല. അവൻ്റെ കാര്യങ്ങളാണ് നോക്കട്ടെ. അതും ഇതും തിളക്കട്ടെ. വലിയ പാത്രം കുഞ്ഞു പാത്രം ഇതുപോലത്തെ. നമ്മുടെ ഈ വെള്ളം തിളച്ചു. അപ്പോൾ സോയ കേട്ടാ, ഇത് നമ്മൾ ആവശ്യത്തിന് ഇടണം. എന്തോരുണ്ട് അത് മതി. അത് അവന് വേണമെന്ന് പറഞ്ഞു, വെറുതെ തന്നെ അല്ലേ. ഇന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. അതൊരു 10-20 മിനിറ്റ് സമയം അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അതിന് പിഴിഞ്ഞെടുക്കാം. 20 മിനിറ്റ് വേണം വേവാനായിട്ട്. 20 മിനിറ്റ് വലുതിനാ 20 മിനിറ്റ് വേണ്ടോ, 10 മിനിറ്റ്. ഇതെന്തായി, വലുതായ ഒരനക്കല്ല. തിളപ്പിക്കകത്തോണ്ടേക്കണ നോട്ടെ, ആ സമയമുണ്ട്. ഞാൻ ഈ സോയ സോസ് ആദ്യം കണ്ടുള്ളത് സോസ് അല്ല കേട്ടാ, സോയ. അന്ന് സോയ എന്നല്ലതിന്റെ പേര് പറഞ്ഞു കൊടുന്നേ. സോയാബീൻ. ഈ പാചകക്കാരില്ലേ വീടുകളിൽ വന്ന് പണ്ട് സദ്യയൊക്കെ നടത്തിയാണ്, അവരാണ് ആദ്യമായിട്ട് ഇസ്റ്റ് കൂട്ടാനിലേക്ക് ഈ സാധനം, ഇതിന്റെ വലുത് അത് മുറിച്ചിട്ട് തുടങ്ങും. അതിന്റെ പേര് മിൽ മേക്കർ എന്നായിരുന്നു. മിൽ മേക്കർ. അപ്പോൾ ഈ സാധനം സദ്യയില് പല സ്ഥലങ്ങളിൽ സദ്യയിൽ ഇത് അറിയാണ്ട് അവർ കാണാണ്ട് നമ്മൾ അത് ഇതിന് ഒരു ചെറിയൊരു കവറിലാക്കിയിരുന്ന് കൊണ്ടുവരിക. ഒരു അധികം ഉണ്ടാവില്ല, ഒരു 2-3 കിലോ വലിയ 10-400 പേർക്കുള്ള സദ്യയായിരിക്കും. അപ്പം അതിന് അറിയാണ്ട് ഇതെടുത്ത് കൊണ്ടുപോയിട്ട് ഉപ്പ് കൂട്ടി മുളക് കൂടിയിട്ട് എടുത്ത് നോക്കി തിന്നും. ചെറുപ്പത്തിൽ ചെയ്യുന്ന ഓരോതാണ്. വേവിക്കാത്തത് എങ്ങനെ വേവിക്കാത്തത് അവര് കൂട്ടാനിൽ ചേർക്കാൻ വേണ്ടി വേവിച്ച് വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അതാ പാത്രത്തിൽ നിന്ന്. ഇത് അച്ഛൻ പറയുന്നതായിട്ടുണ്ട് ഉപ്പും മുളകും കൂട്ടി തിന്നില്ലേ. അന്നത്തെ എല്ലാ വക പരിപാടി അത് തന്നെയാണ്. ഇത് എന്താ വെച്ചിട്ടില്ലേ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം, ഈ മിൽ മേക്കർ ഉണ്ടാക്കുന്നത് പച്ചക്കറികളില്ലേ, അത് കംപ്ലീറ്റ് അരച്ചിട്ടാണ്
ഉണ്ടാക്കാന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട്. സോയാബീൻ അല്ലേ ശരിക്കും ഇതിന്റെ ഇൻഗ്രീഡിയന്റ്? ഇങ്ങനെ അത് അരച്ചിട്ട് ഇപ്പോഴൊന്നല്ലട്ടാ 1984-85 ആ സമയങ്ങളിലൊക്കെയുള്ള കാര്യങ്ങളെന്ന് പറയണത്. മനസ്സിലായി. എന്ത് കിട്ടിയാലും തിന്നാനുള്ള ഒരു പൂതിയാണല്ലോ. അതിന് മാത്രം ഒരു മാറ്റമില്ല. 85-ആയാലും 95-ആയാലും 2025-ആയാലും ഇമ്രാന്റെ രീതി തന്നെ. നമ്മുടെ ഇമ്രാൻ എന്ത് തിന്നണം എന്നുള്ള വിചാരം മാത്രമല്ലോ. കാലം മാറി, ഇപ്പം ആർക്കും ഇതൊന്നും വേണ്ടാണ്ടായി. പക്ഷെ ഇപ്പോൾ ഇത് വേറെ വൈവിധ്യവൽക്കരണം നടത്തിയിട്ട് ആളുകൾ ഇതിപ്പോൾ ഓരോ ഈ ഹോട്ടലുകളിലൊക്കെ ഇപ്പോൾ വിളമ്പി തുടങ്ങി. ആദ്യം അങ്ങനെയൊന്നും നടന്നില്ല. ആദ്യം ഉരുളക്കിഴങ്ങ് സ്റ്റൂലിക്ക് മാത്രമാണ് അത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഇപ്പം എന്തുട്ടേക്ക് ഇത് മാത്രം വറുത്ത് കോരിയിട്ട് മറ്റേ ഈ ക്യാപ്സിക്കം അതൊക്കെ മിക്സ് ചെയ്തിട്ട് ബീഫ് ഫ്രൈ പോലത്തെ ഭയങ്കര ടേസ്റ്റുള്ള റെസിപ്പി ഉണ്ട്. ഇന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറയാം എനിക്ക് നമ്മുടെ ജ്യോതി ചേച്ചി നടക്കി കൊടുക്കാല്ലേ. ഇളക്കൊന്നും വേണ്ട, ഇത്തിരി പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. അതാക്കണം എന്നല്ലേ? ഏതാക്കണം? ജ്യോതി ചേച്ചി പറഞ്ഞത്. അത് വേട്ടെ, വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അരി വെന്ത് കഴിഞ്ഞാൽ പിടിപിടി തന്നെയായി. ഇത് നമുക്ക് ഇത് കോരിയെടുക്കാം. കുഴപ്പമില്ല, അത് ചൂടാറി കഴിഞ്ഞ് പിഴിഞ്ഞ് കളയണം. നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലേക്ക് ഇപ്പം അരിയിടാം. അരിട്ടോ ചേട്ടാ, അരിട്ടോ, ഇതിനെ ഊറ്റെടുത്തോളാം. ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതിന് പറഞ്ഞത് കണ്ടമാനം. നമ്മുടെ അരിയിലത്തെ വെള്ളം ഊറ്റി കളയാട്ടാ. ചെഗുവേ ഇത് ഉണ്ടാക്കാൻ പോകണമെന്ന് കേട്ടപ്പോൾ എന്നെ പറഞ്ഞു ഇത് കുറച്ചധികം ആക്കിയോളൂന്ന്. അവന് വെറുതെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് തിന്നാൻ ഇഷ്ടമാണ്. നമ്മുടെ വെള്ളം തിളച്ചു. അപ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പിടാൻ മറന്നു. അപ്പോൾ ഉപ്പിടണം. നമുക്ക് മറ്റേ ഉപ്പിടണം കേട്ടോ. മതിയില്ല ഉപ്പിട്ടു. പൊട്ട് സൺഫ്ലവർ ഓയിലും ഒഴിക്കാം. ഇനി നമ്മുടെ അരി ഇടാം. ഊറ്റി വെച്ച അരി. തിളക്കട്ടെ. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് ഇത് പിഴിയണം നമുക്ക് കേട്ടാ. നമ്മുടെ അരി തിളച്ചുകൊണ്ടിരിക്കുന്ന കേട്ടാ. ഇത് കറക്റ്റ് വേവന വേണം കേട്ടാ. അപ്പം അരി കറക്റ്റായിട്ട് വേവട്ടെ. ഇത് തുറന്ന് വേണമെങ്കിൽ വയ്ക്കാം. കാക്കി കഴിക്കുന്നു തോറില്ല. നമ്മുടെ ചോറ് കറക്റ്റ് വേവായിട്ടാണ്. അപ്പോൾ നമുക്കത് ചോറ് ഊറ്റിയെടുക്കാം. വേവ് കുറവായിട്ട് ആക്കണ്ട ഇതിന്. നമ്മളിത് ഊറ്റി കഴിഞ്ഞു കേട്ടോ. നമുക്കിനി സോയ ചങ്ക്സ് അല്ല, അത് പിഴിയാം. അപ്പം നമുക്ക് ഇനി സോയയിൽ ഇത് തണുത്തു കേട്ടോ. ഇത് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഇതിലൊരു മസാല പിടിപ്പിക്കണം. ഇത് വറുത്ത് പോരണം. അപ്പം നമ്മളിത് പിഴിഞ്ഞ് വെച്ചു. ഇനി സരിത വന്നിട്ട് ഇത് തിരുമ്മും. അപ്പോൾ ഇതിലേക്ക് ഇടാല്ലേ സാധനങ്ങൾ. ഞാട്ട് തരാം ഇതാട്ടാ. ഇത് വറുത്തെക്കാനാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. മുളക് പൊടി ഇത്ര മതി. മുളക് പൊടി നീ തിന്നു പറഞ്ഞിട്ടുള്ളത് കൂടുതൽ എടുത്താണ് കേട്ടാ. പിന്നെ ഇതിലേക്ക് കോൺഫ്ലവർ കേട്ടോ. എന്താ വേണം കൈ കൊണ്ട് തരുമ്പോ. അപ്പോൾ അതിനനുസരിച്ച് ഇടാം. കുറച്ചുകൂടി ഇട്ടോ. മൊത്തത്തിൽ ഒരു കോട്ടിങ് കിട്ടണ്ടേ. ഇത്തിരി വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതിന് പിഴിഞ്ഞ താങ്ങിയ വെള്ളം ഒഴിക്കണം. അപ്പോൾ പിഴിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കോട്ടിങ് ശരിയാവാൻ വേണ്ടിയിട്ട് അതതിനെ അതിൽ നിൽക്കണ വെള്ളം കളയാനാ. നോക്ക്, എന്നിട്ട് വെള്ളം തരാം. ജഗ്ഗു ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തോണ. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തോണ. വെള്ളം കൊണ്ടുവച്ചിട്ടില്ല. വെള്ളം ഇല്ലാണ്ട് തന്നെ അത് കോട്ടിങ് ആവുണ്ടല്ലോ. പാത്രം ചെറുതായി. ഞാനതിനെ ഇത്ര അധികം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചില്ല ഈ സോയ. വലിയ അതിന് അപ്പൊ ഇതിലേക്ക് കുറച്ചല്ലേ വേണ്ടോന്ന് വിചാരിച്ചിട്ട് ഈ പാത്രം എടുത്തേ. ഇനിയാണ് അവൻ പറഞ്ഞ അവന് കൂടുതൽ ആക്കിക്കോളും. എന്നാ ഉപ്പും മുളകും കൂട്ടിയിട്ടുണ്ട്, തിന്നണ. അന്നത് നടന്നു. കോൺഫ്ലവർ ഇട്ടാണ്. ഇത്തിരി കോൺഫ്ലവർ ഇടാം.
തിരുമണിയുണ്ട് കേട്ടാ. മതി, നീ തിരുമ്മിക്കോ. ഇനി എന്തോ വന്നാലും ഞാൻ ഇടില്ല. എന്തിടില്ല? വെള്ളത്തിൻ്റെ വേണ്ട, അല്ലാണ്ട് ഇതാവല്ലോ. എരിവ് കൂടുതലുണ്ടാ? പാകം. വെള്ളാക്കണ്ട. അതില്ലേ? അപ്പോൾ തിരുമ്മി വെച്ചു കേട്ടാ. ഇനി നമ്മളിത് വറുത്ത് കോരാൻ പോവാണ്. അപ്പോൾ നമ്മൾ പാത്രം അടപ്പ് വയ്ക്കുന്നു. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു കേട്ടാ. എന്തോരം വേണമെന്ന് പറഞ്ഞു കേട്ടാ. ആവശ്യം മതിയില്ല? മതി മതിയാ? മതി. ഭയങ്കരമായിട്ട് മുക്കി വറക്കണം എന്നൊന്നുമില്ലല്ലോ. വറക്കാനായിട്ടിരുന്നു. മതി, പകുതി. ചൂടാവണല്ലോ എണ്ണ? ഇല്ലില്ല, ഒന്നും ചെയ്യണ്ട എനക്കണ്ട. തീ കുറവാല്ലേ? ഈ അടുപ്പ് തീ കുറവാ. മറ്റേ അടുപ്പ് കൊണ്ടുവച്ചാലോന്ന് വെച്ചാ നമ്മുടെ അടുപ്പ് മാറ്റാൻ പോവാണ് കേട്ടാ. അത് കാറ്റ് പിടിക്കുക. ഭയങ്കര കാറ്റ്. അപ്പോൾ തീ ശരിക്കും കത്തുന്നില്ലേ? നമ്മൾ വിചാരിച്ചോടത്തേക്ക് പോകണില്ല സാധനം. എന്നാലും എണ്ണയൊക്കെ കുടിച്ച് ഇതാവുള്ളൂ. നല്ല തീ വേണം. ഇനി വേഗവും. അപ്പോൾ കാറ്റ് പിടിക്കുന്നില്ല. നല്ല നമ്മളത് മൊരിഞ്ഞു വിട്ടു. അപ്പോൾ നമ്മൾ മസാല കപ്പലണ്ടി പോലെ ഉണ്ടല്ലേ? ശരിക്കും മസാല കപ്പലണ്ടി. അതുണ്ടല്ലേ? ഇനിയുണ്ട് കുറേ തേങ്ങ. ഇത്രയ്ക്ക് അധികം ഒന്നും വേണ്ട എനിക്ക് ആ ചോറിലേക്ക്. കണ്ടമാനെ കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടാ. ആവശ്യമുള്ള ഇട്ടാൽ മതിയായിരിക്കും. ഇത്ര മതി. ഇത് പിന്നെ ഇത്രയ്ക്ക് ഇത് പിന്നെ വറുത്താൽ മതി. വേണ്ട, അതെല്ലാം ഒരുമിച്ച് വറുത്ത് പോരാ. എന്താ ചേട്ടന് ധൃതി വെച്ചിട്ടുണ്ടോ? സമയം കളയണ്ടാന്ന് വെച്ചിട്ടാ. തട്ട് തട്ടാൻ ഇതിലേക്ക് പോകുമ്പോൾ ഞാൻ കണ്ടമാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വറുത്ത് പോരി നോക്കി ഇത്തിരി ഉള്ളോ. ഇത് പിടിപിടി തന്നെ എടുത്ത് നിന്ന് കഴിക്കാട്ടാ. അപ്പോൾ അടുത്തുനിന്ന് കോരി തിന്നാൻ പോലെ കോരി ഇരിക്കിടാൻ പോവാ. ചില സമയങ്ങളിൽ നമ്മൾ വിചാരിച്ചാൽ നാവ് സത്യം പറയുള്ളൂ അല്ലേ? അതാണ് ഭയങ്കര രസത്. നമ്മൾ ഇതിൽ നിന്ന് ഇത്തിരി ഓയിൽ മാറ്റിയിട്ടുണ്ട് കേട്ടാ. ഇനി ഈ പാത്രത്തിൽ തന്നെ നമ്മൾ ചെറിയ തീയിൽ ആദ്യം തന്നെ ഈ ഓയിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞിട്ടു. ഇനി വളരെ സിമ്പിൾ പരിപാടി കേട്ടാ. ഇനി സബോള പൊടിയായിട്ട് അരിഞ്ഞെടുത്തു. ഒരു സബോള. അതിലേക്ക് 2 ക്യാരറ്റ് അരിഞ്ഞത്. പച്ചക്കറികളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാട്ടാ. എന്തിട്ട് വേണമെങ്കിലും ചേർക്കാം. ബീൻസ് ഒക്കെ ഇടാം. സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കില്ലേ, അതിന് വേണ്ടി ചെയ്യണ പോലെയൊക്കെ ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഇടുന്നുണ്ട്, ഈ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലേ, അത്. നല്ല കളർഫുള്ള് സാധനം കേട്ടത്. നമ്മുടെ ക്യാരറ്റ് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴേ ഈ ഫ്രോസൺ ഗ്രീൻ പീസ് ഇടാ. പിന്നെ ചോളം. അടിപൊളി സാധനമായി പോകാൻ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പിട്ട് കൊടുക്കാം. കളക്കണ കാണാൻ നല്ല ഭംഗിൻ്റെ ഇളക്കാൻ നല്ല ഭയങ്കര ഭംഗിയുള്ള സാധനമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലിനും പകരം നമ്മൾ വേറെ എന്തെങ്കിലും ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തി സാധനമില്ല സരിത. അതാണ് എൻ്റെ പ്രത്യേകത. ബട്ടർ ഇടാൻ വേണമെങ്കിൽ അതൊക്കെ മതി. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു അത് എണ്ണ പുറത്ത് ചാടണം. ഇതിലേക്ക് ക്യാപ്സിക്കം. ഉള്ള ക്യാപ്സിക്കം നമുക്ക് ഇട്ടാൻ വേണ്ടിയിട്ട് അതിപ്പോൾ 3 കളർ ഉള്ളത് കൊണ്ട് നമ്മൾ 3 കളറും ഇടുന്നു. ഭംഗിയായിക്കോട്ടെ. ഇപ്പോൾ ചോറിനേക്കാളും കൂടുതലായ ആയിക്കോട്ടെ, അതൊരു ഭംഗിയല്ലേ. ഇളക്കിക്കോ. നമ്മൾ കറക്റ്റ് പാകമായിട്ട്. അപ്പോൾ നമുക്ക് ചോറിടാം. അയ്യോ, അടിപൊളി ചോറിന് കേട്ടാ. തീ ഒന്ന് കുറച്ചോ. ഉടയില്ലേ ചോറ്, ഈ അരി ഉടയില്ലേ, ഇത് അരിയായിട്ട് ഇളക്കിക്കോ. മനോഹരമാണിത് കാണാൻ. എന്താ ഭംഗി, കണ്ണിട്ടു.
ഇവിടുന്ന് മറക്കി അതന്നെ അടിപൊളി. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നു കേട്ടോ. വേറെ എരിവുകളൊന്നും ഇല്ല, മതി. സോയ സോസ് ഒഴിക്കുന്നു കേട്ടോ, മതിയില്ല. അത്രയ്ക്കും കൂടി ഒഴിക്കേണ്ടി വരും. ഇളക്കിക്കോ. അടിയിന്നളക്ക് പൊടിയില്ല, ഈ ചോറ് പൊടിയില്ല. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഇതിടുന്നു കേട്ടോ. അങ്ങനെ സോയാ റൈസ് റെഡി. കൂട്ടി കഴിക്കാൻ വല്ലതും വേണ്ടേ? തൈര്. ഈ സോയയുടെ സാധനത്തോടിൻ്റെ ഭംഗി പോയി. ഏയ് ഇല്ലില്ല, മതിയില്ല. ഇനി നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലത്തെ സ്പ്രിങ്ങിനാണ്. സ്പ്രിങ്ങനാ അല്ലേ? ഉള്ളിത്തണ്ട്. വേറെ ഞാൻ ഒന്നും കളയുന്നില്ല, ഈ അരിഞ്ഞത് മുഴുവൻ എടുക്കുന്നുണ്ട്. മതി, ഞാൻ ഇളക്കരുത്. അങ്ങനെ നമ്മുടെ മനോഹരമായ സോയ റൈസ് റെഡി ട്ടാ. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. വിളമ്പാമ്പുവാണ്. ഭയങ്കര ഭംഗിയാ. രസമുണ്ടോന്ന് എനിക്കറിയില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ ഇല്ലേ? ഇതോ ലഘു ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. ടീസ്പൂൺ ഞാനൊന്നും ഇല്ലാണ്ടാണ് കഴിക്കുന്നത്. ടീസ്പൂണില്ലേ? അടിപൊളി. രസണ്ടാ? ഈ സോയിലേ അതിന് പകരം കോഴിമുട്ടയായാലും മതി, ചിക്കൻ്റെ പീസുകളായാലും മതി. സോയയുടെ ആവശ്യമില്ലേ. അപ്പം ഇത് സോയ റൈസ് അല്ലേ? എഗ് ഫ്രൈഡ് റൈസോ ചിക്കൻ ഫ്രൈഡ് റൈസോ അല്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയിരിക്കണത്. അത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതെല്ലാം ഇടാറില്ലേ? അല്ലാന്ന് അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് കടിക്കുമ്പോൾ ഇങ്ങനെ ചതഞ്ഞിരിക്കുക. ചേട്ടൻ ഈ വീഡിയോന്റെ തുടക്കം തൊട്ട് പറഞ്ഞേ നമ്മളിപ്പോ കുറച്ച് നാളെ നോൺ വെജ് സാധനങ്ങളാണ് ഇടുന്നത്, അതുകൊണ്ട് വെജിറ്റേറിയൻ ആണ്. എന്നിട്ട് പറയും ഇതിൽ ചിക്കൻ അല്ലെങ്കിൽ മറ്റേത് ഇടണം, എഗ്. അല്ല, അതാകുമ്പോ ഞാൻ അതായിട്ട് ഇടാൻ പറ്റുന്നു. അതിട്ടിട്ട് തന്നെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുക സാധാരണ. ഇതിട്ടിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ സോയ വറുത്തിട്ടിട്ടും ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മധുരപണിയുടെ ചേട്ടന്മാരുണ്ട്, പുല്ല് വയ്ക്കുന്ന ചേച്ചിമാരുണ്ട്, അവർക്ക് ഇത്തിരി കൊടുത്തോക്കാം. ഇതുവരെ നമുക്ക് അറിയാത്തൊരു അഭിപ്രായം കേൾക്കാം. നല്ല ടേസ്റ്റാണ്. ചെഗു ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ പിന്നെ അപ്പിലില്ല. ഞാൻ അവിടെ ഇരുന്ന് കഴിക്കട്ടെ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നമ്മുടെ മതിൽ പണിയുന്ന മുരളിയേട്ടനും മറ്റേ ചേട്ടനുണ്ട്, ഉണ്ണി ടേസ്റ്റ് ചെയ്യാനായിട്ട് കൈ കഴുകിക്കോ. പിന്നെ ഇവിടെ പുല്ല് വരിക്കുന്ന നമ്മുടെ ചേച്ചിമാരുണ്ട്. അപ്പോൾ അവർക്കൊന്ന് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ സാധനം എങ്ങനെയുണ്ടെന്ന് അവർ പറയട്ടെ. ടീസ്പൂണുണ്ട്, നിങ്ങൾക്ക് കഴിക്കാം. വെറുതെ ഒരു രസം. ഇവർ പിന്നെ ചോറിന് കഴിഞ്ഞുള്ളൂ. അതായത് ഇവര് ചിലപ്പോൾ പറയും ഇവർ ചിലപ്പോൾ പറയേ ചോറിൻ്റെ കാരണം രസമല്ല തിന്നാന്ന്. കുറേശ്ശിട്ടുള്ളോട്ടാ നിങ്ങൾ ഇപ്പൊ തന്നെ ചോറിന്റെ കഴിഞ്ഞല്ലോ അത് കാരണം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും. മുളകും എരിവൊക്കെ പാകല്ല. കാണാനും ഭംഗിയുണ്ട് അല്ലേ? ഇതിന്റെ അപ്പുറം ഒന്നും പറയല്ലേ. ചോളം കൊറേ സാധനങ്ങളുണ്ടല്ലേ. ചോളം, ക്യാപ്സിക്കം. കഴിച്ചു നോക്കിയേന് മുരളിയേട്ട ഒന്നും മിണ്ടാണ്ട് ശോകം മൂകനായിട്ട് നിക്കാണല്ലോ. തിന്നിട്ടില്ലേ? ഇത് ഹോട്ടലുകളിലോ അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഫ്രൈഡ് റൈസ് പോലെ കിട്ടും. സോയയുടെ കിട്ടിയ ഇതിൽ ചോളുണ്ട്, പിന്നെ ഐറ്റംസ് ഉണ്ട്. ഈ വീഡിയോ കണ്ടോക്കി അറിയാതെ എങ്ങനെ ഉണ്ടാക്കിയത്. സോയ റൈസ്
ഇനി ഇതില് ഇനി ഇതില് വേണമെങ്കിലേ നമ്മുടെ ഈ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. മറ്റേ സാധനം പറയാ സോസ് വേണമെങ്കിൽ ഒഴിച്ചിട്ടാണെങ്കിൽ കഴിക്കാം. മറ്റേ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചാലും കുഴപ്പമില്ല. ചെറുനാരങ്ങ സോസ് ഒഴിക്കണ ടൊമാറ്റോ സോസ് ഒഴിക്കണ വേണ്ടേ? ആ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടില്ലല്ലേ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് കഴിച്ച സമാധാനമായിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കഴിച്ചോ മതി എന്ന് വെച്ചാൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിട്ടേ ഇനി ഒരു സ്ഥലത്ത് ഇരുന്ന് ചായ കഴിച്ചോ ഉണ്ടാക്കട്ടെന്ന് വെച്ചാ ഇപ്പൊ എത്ര സമയത്ത് 2:30 ആയിട്ടുള്ളൂ ഇനി ഒരു സ്ഥലത്ത് സമാധാനമായിട്ട് ഇരുന്ന് കഴിച്ചോ അതന്നെ എവിടെയെങ്കിലും അപ്പൊ സമാധാനം ഇവര് അടിപൊളിയാന്ന് പറഞ്ഞുട്ടാ നമ്മുടെ സൂപ്പർ സാധന സൂപ്പർ ഇനി ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിച്ചോ